പ്രിയമുള്ളവരെ, സങ്കീർത്തന പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്തു നൽകും? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്ത് നൽകും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തും. രക്ഷയുടെ പാനപാത്രം ഉയർത്തി അവൻ്റെ നാമത്തെ ഞാൻ വാഴ്ത്തും. സങ്കീർത്തകൻ്റെ മനോഗതം ഇങ്ങനെയാണ്: ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ ഉയർത്തി അഭിഷേകം ചെയ്ത് തൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയവനാക്കി ചേർത്ത് പിടിച്ച ആ ദൈവത്തിന് നല്ല പ്രവൃത്തിയോർത്ത് അവൻ പറയുകയാണ്, എൻ്റെ മേൽ ദൈവം പകർന്ന അനുഗ്രഹത്തിന് പകരമായി ഞാൻ എന്ത് നൽകും? പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷങ്ങളിലൂടെ ഒരുപാട് ആദ്യ വെള്ളിയാഴ്ചകളിൽ നൈറ്റ് വിജിലിൽ പങ്കെടുത്തവരാണ് നിങ്ങളിൽ ഏറെ പേരും. ലോകമെമ്പാടും ശാലോം ടെലിവിഷന് മുമ്പിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ സമയം ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാ രാജ്യങ്ങളിലും എല്ലാ വൻകരകളിലും കർത്താവ് തൻ്റെ സാന്നിധ്യം കൊടുക്കുന്ന, തൻ്റെ സൗഖ്യം വാരി വിതറുന്ന ഒരു അത്ഭുത ശുശ്രൂഷയുടെ ആലയത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നല്ല വാക്ക് കേട്ടാ ഉടനെ ചാടി ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ പോരാ, ഉറങ്ങിയിട്ടല്ല, നല്ലോണം കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ കരം ഒന്ന് ചേർത്ത് പിടിച്ച്, കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറയാമോ? കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. നൈറ്റ് വിജിലിൽ തുടർച്ചയായി വന്ന് പങ്കെടുക്കുന്നവരാണ് നിങ്ങൾ ഏറെ പേരും. ഈ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഉത്തമ വിശ്വാസമുള്ളവർ അവിടെ ഇരുന്നുകൊണ്ട് വലതുകരം ഒന്ന് ഉയർത്തി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. എല്ലാ വ്യക്തികളെയും നൈറ്റ് വിജിൽ വന്ന് ആരാധനയിൽ ടി വിയുടെ മുമ്പിലിരുന്നായിരിക്കാം, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. കർത്താവ് അങ്ങനെ അതിശയകരമായ തൻ്റെ സൗഖ്യവും വിടുതലുകളുമെല്ലാം നൽകിയിട്ടുണ്ട്. നല്ലൊരു കരമടി കർത്താവിന് കൊടുക്കാം. ദൈവം നിങ്ങൾക്ക് നൽകിയ ഈ നന്മകൾ, അനുഗ്രഹങ്ങൾ സാക്ഷ്യമായി പറയാനുള്ള ഒരു സമയമാണ്. കരമയത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ. ഹല്ലേലൂയ 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 ജീവനോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. സാക്ഷ്യം പറയേണ്ട ഒരു സമയത്താണ് നാം ആയിരിക്കുന്നത്. ദൈവം നൈറ്റ് വിജിലൂടെ ആദ്യ വെള്ളിയാഴ്ചകളിൽ ശാലോം നൈറ്റ് വിജിൽ വന്ന് ടി വിയുടെ മുമ്പിലിരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് ബോധ്യമുള്ളവർക്ക് വന്ന് സാക്ഷ്യം പറയാനുള്ള സമയമാണ്. ഇന്ന് ഒരുങ്ങി വന്ന രണ്ട് സഹോദരങ്ങളുടെ സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ട് നമ്മുടെ ലൈവായിട്ടുള്ള സാക്ഷി ശുശ്രൂഷ ഇന്ന് ആരംഭിക്കുക. കർത്താവ് അങ്ങനെ ഒരു കൃപ നമുക്ക് തന്നതിന് കരമടിച്ച് കർത്താവിൻ്റെ മഹത്വം കൊടുക്കാം. പോരാ കേട്ടോ, ഈ കൈയടിയൊന്നും പോരാ. ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന രണ്ട് സഹോദരങ്ങളുണ്ട്. അവർ ദയവായി കടന്നു വരാം. എൻ്റെ പേര് ബെന്നി എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്ക് അടുത്ത് കടയിരിപ്പ് എന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഭാര്യയും 2 മക്കളുമാണുള്ളത്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സാക്ഷ്യം പറയുന്നതിന് പിന്നിൽ 2015 ഞാനിവിടെ വന്നു തുടങ്ങി. കോവിഡ് പീരീഡിലും ഒരു 2 ബന്ദിൻ്റെ ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ ശാലോമിനെ പറ്റി ആദ്യം അറിയുന്നത് ഒരു യാക്കോബായ സഭയിലെ വൈദികനായിരുന്ന, ഇപ്പോഴും വൈദികനാണ് അദ്ദേഹം, ശാലോമിൻ്റെ ഏജൻ്റായിരുന്നു. പൗലോസ് ഞാറ്റിൻകാല എന്ന് പറയുന്ന വൈദികനാണ്. അദ്ദേഹം എന്നോട് ശാലോമിൻ്റെ ഏജൻസി എടുക്കണം, അദ്ദേഹം വൈദികത്തിലേക്ക് വന്നപ്പോൾ ശാലോമിൻ്റെ ഏജൻസി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്തു. സൺഡേ ശാലോമും ശാലോം ടൈംസും കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ശാലോം ടൈംസിൽ നൈറ്റ് വിജിൽ ശുശ്രൂഷയെപ്പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തൊരു പോളി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്കിതൊന്ന് കേൾക്കണം, ഒരു ദിവസം ഇവിടെ ലൈവ് വന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. ഞാനും പോളിയും ചേർന്ന് ഇവിടെ പേരാമ്പ്ര വന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് രാത്രി 2 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് പോയത്. ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ നൈറ്റ് വിജിൽ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ കൂട്ടി വന്നു തുടങ്ങി, യാത്രാ സൗകര്യം കുറവുള്ളതുകൊണ്ട്. അങ്ങനെ വന്ന് ഞങ്ങളിവിടെ പങ്കെടുത്തുകൊണ്ടിരുന്നതിനിടയ്ക്കാണ് 2015 ഒക്ടോബറിൽ പെട്ടെന്നൊരു ദിവസം എനിക്ക്
ഞാൻ നടന്നു പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ക്ഷീണം, കിടക്കണമെന്നൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. ജോലി സ്ഥലത്തും പ്രശ്നമായി. ഞാൻ ഭാര്യ എന്നോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. കുറച്ച് ദിവസമൊക്കെ പോകാതിരുന്നു. എങ്കിൽ പോലും പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് 4.7 ആയിരുന്നു എൻ്റെ ബ്ലഡ് കൗണ്ട്. പറഞ്ഞു നിങ്ങളെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു. ഞാൻ വണ്ടി ഓടിച്ചാൽ വന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ഭാഗ്യം കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് 2-3 ദിവസം ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഭാര്യയോട് ഞാൻ പറഞ്ഞു വീട്ടിൽ പോക്കോ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ള ആളിലൂടെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഡോക്ടറെ ഒന്ന് കാണാൻ വരണമെന്ന് പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ചയാൾ വന്നപ്പോൾ വളരെ അപ്സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടൻ എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് പറഞ്ഞു, എന്താ കുഴപ്പമെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു സാരമില്ല, കുഴപ്പമൊന്നുമില്ല, നാളെ മുതൽ അമൃതയിലോട്ട് നാളെ വെളുപ്പിന് പോകണം, എത്രയും പെട്ടെന്ന് അമൃതയിൽ ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കണ്ടീഷൻ വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അനിയനെ വിളിച്ചു. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അനിയൻ പറഞ്ഞു ഞാനിപ്പോൾ തന്നെ വന്നോളാം എന്ന് പറഞ്ഞു. എൻ്റെ ആകെ ഒരാശ്രയം എന്ന് പറയാനായിട്ട് ശാലോമിൻ്റെ നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ശാലോമിലേക്ക് വിളിച്ചു. ഇവിടുത്തെ ബ്രദർ എടുത്തിട്ട് എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട, ഞാനും കൂടെ പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തോട് ചോദിച്ചു എന്താ പ്രശ്നമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ക്യാൻസറിൻ്റെ ലക്ഷണമാണ് എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ബ്രദർ എടുത്തിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളൊരു കാരണവശാലും പേടിക്കണ്ട. ഞാനും പ്രാർത്ഥിച്ചു. പക്ഷേ അതൊരു അത്ഭുതത്തിന് കാരണമാകുമെന്ന് എന്നോട് പറഞ്ഞു. അനിയൻ വന്നു. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അമൃതയിലേക്ക് പോകുന്നതിന് പകരം ലേക്ക് ഷോറിലെ ഫിലിപ്പേഷൻ സാറിൻ്റെ വീട്ടിലാണ് ചെന്നത്. വെളുപ്പിന് 4:30 ഞങ്ങൾ ചെന്നു. സാറിനെ കണ്ടു. സാറ് ചോദിച്ചത് ആരാ പറഞ്ഞത് ക്യാൻസറാണെന്ന്. ഇത് ഒരു ആമാശയത്തിലൊരു മുഴയുണ്ട്, ആ മുഴയെടുത്ത് മാറ്റണം, നീ ആദ്യം തന്നെ നിൻ്റെ വീട്ടിൽ ചെന്ന് നിൻ്റെ ഭാര്യയും മക്കളെയും സമാധാനിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നു, വീട്ടിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് ചെക്ക് ചെയ്ത സമയത്ത് എൻ്റെ വയറ്റിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആ ബ്ലീഡിങ് അത്ഭുതകരമായ രീതിയിൽ നിന്നുപോയി. ബ്ലീഡിങ് നിന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കരുതുന്നു. പക്ഷെ ഞാൻ അന്ന് രാത്രിയിൽ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുള്ളൂ, ഒരു 5 വർഷമെങ്കിലും എനിക്ക് തരണം. കാരണം എൻ്റെ ഭാര്യ കുട്ടികളൊന്നും ആയിട്ടില്ല. കുട്ടികൾ ഒരാൾ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്നു, ഒരാൾ +1 പഠിക്കുക. ഭാര്യയ്ക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ല. എൻ്റെ ജീവിതം തകർന്നു, ഒരു 5 വർഷം തരണമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ 7ാമത്തെ വർഷമാണ്. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല ദൈവം, കാരണം എന്നെ ഇത്രയും സംരക്ഷിക്കുന്ന ദൈവത്താരോ. എൻ്റെ ആവശ്യമൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ദൈവം എനിക്ക് തരുന്നുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമേ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ശാലോമിൽ നിന്ന് എന്നെ വിളിച്ചിങ്ങോട്ട്. അപ്പം ഞാൻ എൻ്റെ സ്വകാര്യ ഗ്രൂപ്പുകളിലും ആൾക്കാരോടും മാത്രം ഞാനിത് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ശാലോമിൽ വിളിച്ചപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി. കാരണം ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ അറിയണം എന്ന് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഇന്ന് നിസാർ പറഞ്ഞില്ലേ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന്. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് ഞാൻ കരുതുന്നു. എനിക്കിത്ര പറയാം. ബെന്നി സഹോദരൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ബ്ലഡ് കൗണ്ട് തീരെ കുറഞ്ഞ് ക്യാൻസർ എന്ന് ആകാൻ സാധ്യതയുള്ള ആ സാഹചര്യത്തിൽ ലേഷർ ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് പരിശോധനകൾക്ക് വിധേയമായി ഒരു ചെറിയ ശസ്ത്രക്രിയ നടത്തി ജീവിതം തീർന്നു എന്ന് ചിന്തിക്കാവുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. നമ്മളിങ്ങനെ സങ്കീർത്തനം വായിക്കുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. 5 വർഷമാണ് കർത്താവിനോട് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു കേട്ടോ 7 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇവിടെ വന്നുകൊണ്ട് വളരെ വിദൂരം നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ദൈവം ആ കുടുംബത്തോട് കാണിച്ച അനന്ത സ്നേഹത്തിനും ആ മകന് കൊടുത്ത സൗഖ്യത്തിനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഗാനമാലപിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം.
എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. കരമയത്തടിക്കാമോ? എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, നമ്മെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, നമ്മെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പ്രവീൺ കുമാർ, പേരാമ്പ്രയിൽ നിന്ന് വരുന്നു. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. ഇവിടെ സാക്ഷ്യം പറയുന്നത് ആദ്യമായിട്ടാണ്. ഇത്ര ആൾക്കാർ മുന്നേ ദൈവത്തിന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വീടിൻ്റെ പണീൻ്റെ ആവശ്യാർത്ഥം എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് കുറച്ച് പൈസ എടുത്തായിരുന്നു. അപ്പോൾ അത് വീട്ടാൻ ഒരു നിർവാഹമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ കടബാധ്യതയുള്ളവർ കൈപൊക്കാൻ പറഞ്ഞ് കൈപൊക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ചിട്ടിയുണ്ട്, അതെനിക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയ സാക്ഷ്യം പറയുമെന്ന് ചോദിച്ചു. ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചിട്ടിക്ക് ഞാൻ പോയി. പക്ഷേ കാരണം ആ ചിട്ടി എനിക്ക് കിട്ടിയില്ല. പക്ഷേ വേറൊരു ചിട്ടി ഉണ്ടായിരുന്നു, ഒരു 360 പേരുള്ളൊരു ചിട്ടി. ആ ചിട്ടിയുടെ 2 കാശും ഞാൻ വെച്ചിട്ടില്ല. ആ ചിട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയില്ല. 2 ചിട്ടിയുടെ കാശ് ഞാൻ വെച്ചിട്ടില്ല. ആ ചിട്ടിക്ക് പൈസ വെച്ചിട്ടില്ലെങ്കിൽ നറക്കിടാറില്ല. ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ആ കിട്ടിയ വെക്കാത്ത ചിട്ടി ദൈവം എനിക്ക് തന്നു. ദൈവത്തിന് വലിയ നന്ദി പറയുന്നു. ശിവേ നന്ദി, സ്തുതി. നന്ദി പറഞ്ഞ് ഗാനം ആലപിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. കരമയത്തടിച്ച്. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അവർണ്ണനീയമായ ഈ ദാനത്തിന് നന്ദി. ഞാൻ കണ്ണൂർ ജില്ലയിൽ മണ്ഡല ഇടവകയിൽ താമസിക്കുന്നു. എൻ്റെ പേര് മാടമ്പുറത്ത് പോൾ എന്നാണ്. ഞാൻ ഇവിടെ നൈറ്റ് വിജിലിന് 14 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സാക്ഷ്യം, എൻ്റെ മകൾക്ക് ഈ തൈറോയിഡിൻ്റെ രോഗമുണ്ടായിട്ട് 6-7 ഡോക്ടർമാരെ മാറി മാറി പരിശോധിപ്പിച്ച് മരുന്ന് മേടിച്ചുകൊണ്ടിരുന്നു. അവസാനം ക്രിട്ടിക്കലായി ഓപ്പറേഷൻ വേണമെന്നുള്ള നിർബന്ധത്തിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയില്ല, ചെയ്താൽ ഒരു പക്ഷേ സൗണ്ട് കിട്ടുകയില്ല, പിന്നെ ബോധം തെളിയാതെയും വരും എന്നിങ്ങനെ ഈ ഡോക്ടർമാരെല്ലാം പറഞ്ഞു. എങ്കിലും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ നൈറ്റ് വിജിലിലേക്ക് കാര്യം ഓർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് ശാലോമിലേക്ക് എഴുതി ഈ രോഗത്തിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടിയിട്ട്, ഈ ഓപ്പറേഷൻ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിന് എനിക്ക് മറുപടിയും കിട്ടി. അത് കഴിഞ്ഞേച്ച് ഞാനിവിടെ വന്ന് നൈറ്റ് വിജിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞു. സ്മിത എന്നാണ് പേര്. സ്മിത എന്ന് പതുക്കെ സൗണ്ട് പറഞ്ഞപ്പോൾ രണ്ടാമത് വീണ്ടും ഉറക്കെ വിളിയേക്കാൻ പറഞ്ഞു. ഉറക്കെ വിളി കേട്ട് കഴിഞ്ഞിട്ട് അന്നേരം സൗണ്ട് കിട്ടി, ശബ്ദമെല്ലാം കിട്ടി. അത് കഴിഞ്ഞേച്ച് നമ്മുടെ മകളുടെ ഭർത്താവ് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടർ വന്നേച്ച് ആ മകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ശാലോമിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹവും എനിക്ക് കിട്ടി. ദൈവമായി അനുഗ്രഹിക്കണം. ദൈവത്തിന് നന്ദി. പിന്നെ മറ്റൊരു സാക്ഷ്യം പറയാനുള്ളത്,
എൻ്റെ 5 വർഷം മുമ്പ് എൻ്റെ ഒരു വീട് പണി നടത്താൻ വേണ്ടിയിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലത്ത് ഇങ്ങനെ കെട്ടിത്തൂങ്ങിയ മലയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഒരതിരെ റോഡ് മറ്റ് വീതിയില്ല. അപ്പോൾ ഈ കല്ലും മണ്ണും ഇടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പലരോടും ചോദിച്ചു, ആർക്കും ഇടാൻ പറ്റുകയാണെന്നുള്ള അവസരം ആണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ശാലോമിൽ കാര്യം ഓർത്തിട്ട് ഒന്ന് വിളിച്ച് പറയാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിന്നെ എഴുത്തി പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അന്നേരം ബെന്നി സാർ എനിക്കൊരു കത്തെഴുതി തന്നു. മാതാവ് യേശുപിതാവ് ഉണ്ണീശോയും വീടില്ലാതെ അറിഞ്ഞു നടന്നതിനെ പറ്റിയിട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പോളിൻ്റെ ഈ കാര്യം സാധിച്ചു തരുമെന്ന് ബെന്നി സാർ എനിക്ക് എഴുതിയ കത്ത് ഇപ്പോഴും ഞാനൊരു തിരുശേഷിപ്പ് പോലെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെച്ച് പലരോടും ചോദിച്ചിട്ട് നടക്കാതിരുന്ന കാലത്ത് ഈ കത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പള്ളി കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ എന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് മണ്ണിടാൻ പറ്റിയ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഇവിടെ മുഴുവൻ ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇത്രയും കല്ലും മണ്ണും മുഴുവൻ ഇടാനുള്ള സ്ഥലം എനിക്ക് ഒരുക്കി തന്നു കർത്താവ്. ഇതാണ് രണ്ടാമതൊരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിന് കർത്താവിന് ഞാനൊരു 1000 നന്ദി പറയുകയാണ്. പിന്നെ മറ്റൊരു ചെറിയ സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ ശാലോം പത്രത്തിൻ്റെയും മാസികയുടെയൊക്കെ ഏജൻറ്റാണ്. അപ്പോൾ ഇങ്ങനെ 150-150ഓളം വീടുകൾ കയറി ഞാനിങ്ങനെ ഇത് വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ ചില വീടുകളിലൊക്കെ ശാന്തിയില്ല, സമാധാനമില്ല, പണി നടക്കുന്നില്ല, ഭർത്താവിന് ജോലിയില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് അസ്വസ്ഥ, വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ശാലോം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനമൊക്കെ കിട്ടുമല്ലോ കർത്താവ് എന്ന് ഓർത്ത് ഇങ്ങനെ പല പ്രാവശ്യം ഓർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ആ സിറ്റ് ഔട്ടിലേക്ക് ഒരു ശാലോം മാസികം കിട്ടച്ച് അങ്ങ് പോകും. അപ്പോൾ പിറ്റേ മാസം ഇങ്ങനെ വായിക്കുന്നുണ്ടെന്ന് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ മുഖത്തിന് തോന്നും, സന്തോഷം തോന്നും. വീണ്ടും ഇങ്ങനെ മാസിക ഇട്ടച്ച് അങ്ങനെ പോകും. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ ചേച്ചി എന്നോട് ചോദിക്കുക, ചേട്ടാ ഇതിൻ്റെ പൈസ എത്രയാണ്? ഞാൻ പറഞ്ഞു, പൈസയൊന്നും സാരമില്ല, നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, സമാധാനമാണല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങ് പോയി. അത് കഴിഞ്ഞ് വെച്ച് പിന്നീട് ആ വീട്ടുകാരനെ ആദ്യം തന്നെ എന്നെ കാണുമ്പോൾ അത്ര സന്തോഷമൊന്നുമില്ലായിരുന്നു. പിന്നീട് ആ മകന് ജോലി കിട്ടി, മകളുടെ കല്യാണം നടന്നു, പിള്ളേരെ പഠനമൊക്കെ മേഖല ഉദ്ധാറായി, അതുപോലെ വീടിൻ്റെ പണിയൊക്കെ നടന്നു. ഇങ്ങനെ ശാന്തിയും സമാധാനവും കിട്ടിയപ്പോൾ ഇന്നും അവിടെയെല്ലാം ശാലോം വായിക്കുന്നു, വരുത്തുന്നു. അവർക്കെല്ലാം ഒരുപാട് നന്മകൾ നേരുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷവും ഈ ശാലോമിനെ പറ്റി പ്രത്യേകിച്ച് സന്തോഷവും അതുപോലെ ഇവിടുത്തെ ശുശ്രൂഷയൊക്കെ എനിക്ക് വളരെ തീക്ഷ്ണമായിട്ട് തോന്നുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പോളിയേട്ടൻ പറഞ്ഞത് 2 സാക്ഷ്യമാണ് പോളിയേട്ടന് കിട്ടിയത്. ഒന്ന്, മോളുടെ ഗോയിറ്റർ രോഗം, അത് സർജറിക്ക് റെഡിയായി. സർജറി കഴിഞ്ഞാൽ ചിലപ്പോൾ ബോധം തെളിയുകയില്ല. നല്ലോണം പാടുന്ന പെൺകുഞ്ഞാണ്, അവരുടെ സ്വരം എന്നേക്കുമായി തീർന്നു പോകും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പോളിയേട്ടൻ ഇവിടെ നൈറ്റുവിൽ വന്ന് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ സർജറി കഴിഞ്ഞ് സൗണ്ട് പോകാതെ കർത്താവ് സർജറിയിലൂടെ ഒരു സൗഖ്യം കൊടുത്തു എന്നാണ് ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, വീട് വെക്കാനുള്ള ആഗ്രഹത്തോടു കൂടെയാണ് പ്രാർത്ഥനയ്ക്ക് വന്നത്. പക്ഷേ വീട് വെക്കേണ്ട സ്ഥലം ഒരു കുത്തനെയുള്ള സ്ഥലം, ചെരിഞ്ഞ സ്ഥലമാണ്. അവിടുത്തെ മണ്ണ് നീക്കി നിരപ്പാക്കിയിട്ടാണ് വീട് വെക്കേണ്ടത്. ആ മണ്ണ് കൊണ്ടുപോയി ഇടാനുള്ള സൗകര്യമില്ലായിരുന്നു. അനുവാദം ചോദിച്ച് സൗകര്യമുള്ളവരത് കൊടുത്തില്ല. ഇവിടെ വന്ന് ഒരു നൈറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം ചെല്ലുമ്പോഴത്തേനും സ്ഥലം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞവർ, മണ്ണിടാൻ സൗകര്യം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞവർ മണ്ണിടാനുള്ള സൗകര്യം കൊടുത്തു. അവിടെ മനോഹരമായ ഒരു വീട് വെച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റേതായ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ മാസികയും പേപ്പറും കൊടുത്ത് പ്രേക്ഷിത ശുശ്രൂഷ വർഷങ്ങളായി ചെയ്യുന്ന നല്ലൊരു പ്രേക്ഷിതനാണ് പോളേട്ടന്. അദ്ദേഹം മദ്യപാനം മൂലം തകർന്ന ഒരു കുടുംബത്തിൽ ശാലോ മാസിക കൊണ്ടുപോയി കൊടുത്ത് ഒത്തിരി ഉപദേശങ്ങളൊന്നും പറയാതെ മാസിക വായിച്ച് ആ കുടുംബം മദ്യപാനത്തിൻ്റെ ആ പൈശാചിക ബന്ധത്തെ വിടുതൽ പ്രാപിച്ച് കുടുംബം വിശുദ്ധീകരിച്ച് അവരനുഗ്രഹത്തിലേക്ക് വന്നു. അതാണ് പോളേട്ടൻ പറഞ്ഞ മൂന്നാമത്തെ സാക്ഷ്യം. ദൈവത്തിന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് അവിടുത്തേക്ക് മഹത്വം കൊടുക്കാം. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ? വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ? നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ.
ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് കൂടുതൽ സൗഖ്യാനുഗ്രഹത്തിനായി പ്രാർത്ഥനയിലേക്ക് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഭക്തിയാദരങ്ങളോടെ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുവാനായി നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. നമ്മുടെ അരികിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ രാത്രിയിൽ ഇതാ രാജാതിരാജനായ ദൈവം, മഹത്വത്തോടെ പ്രതാപവാനായ ദൈവം ഇതാ എഴുന്നള്ളി വരുന്നു. ആ ഈശോയെ നമുക്ക് നമ്മുടെ ഹൃദയം തുറന്ന് സ്വീകരിക്കാം. അവൻ പറഞ്ഞില്ലേ, ആരെല്ലാം ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിടുന്നുവോ അവരുടെ ഹൃദയത്തിലേക്ക്, ഉള്ളറകളിലേക്ക് ഞാൻ കടന്നു വരും. ആ നല്ല ഈശോ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയവും മനസ്സുമെല്ലാം അവൻ്റെ മുൻപിൽ നമുക്കൊന്ന് തുറന്നിടാം. അതേ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കുന്ന ദൈവം അനേക രാജാക്കന്മാർ, അനേക പ്രഭുക്കന്മാർ കാണുവാൻ ആഗ്രഹിച്ചവൻ, അനേക രാജാതിരാജന്മാർ കാണുവാൻ ആഗ്രഹിച്ചവർ. പ്രിയരെ, പാപികളും ബലഹീനരുമായിരിക്കെ ഇതാ നമ്മുടെ മുൻപിലേക്ക് ഒരപ്പത്തോളം ചെറുതായി സർവശക്തനായ ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, രാജാതിരാജനായ ദൈവം ഇതാ എഴുന്നള്ളി വരുന്നു. അവൻ്റെ പക്കലേക്ക് നിന്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കുക. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാക്കി മാറ്റുക. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാക്കി മാറ്റുക. എൻ്റെ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവമിതാ ഈ രാത്രിയിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു, നമ്മുടെ പ്രതിസന്ധികളിലേക്ക് കടന്നു വരുന്നു, നമ്മുടെ നൊമ്പരങ്ങളിലേക്ക് കടന്നു വരുന്നു, നമ്മുടെ വേദനകളിലേക്ക് കടന്നു വരുന്നു. സർവശക്തനായ ദൈവത്തെ ഇരു കരങ്ങളും ഒന്ന് ഉയർത്തി എൻ്റെ യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ഇരു കരങ്ങളും ഒന്ന് ഉയർത്തി എൻ്റെ യേശുവേ എന്നൊന്ന് വിളിക്കാമോ? അവൻ രാജാതിരാജനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തെ ഒന്ന് ആരാധിക്കുക. മഹത്വത്തോടെ എഴുന്നള്ളി വരുന്ന രാജാതിരാജനായ യേശുവിനെ ഒന്ന് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരൻ നീ മാത്രമേ, അത്യുന്നതൻ യേശുവേ. പതിനായിരങ്ങളിലും ഉന്നതനായ ദൈവം, സുന്ദരൻ നീ മാത്രമേ, അത്യുന്നതൻ യേശുവേ. ഇരു കരങ്ങളും ഉയർത്തി വിളിക്കുന്നു. കരമുയർത്തി, മനമുയർത്തി. കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കി ഇരു കരങ്ങളും അവന്റെ പക്കലേക്ക് നീട്ടിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാമോ? യേശുവേ, യേശുവേ, ഈശോ, 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 ഈശോ. യേശുവേ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. Hallelujah, 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 hallelujah.
ആരാധിക്കുന്നു ആരാധിക്കുന്നു. സ്വന്തം. ലോകമോ അന്യം ചാരുവാൻ നിൻ മാർവിട എനിക്കെന്നും സ്വന്തമേ. നിൻ സ്വന്തം. ലോകമോ അന്യം ചാരുവാൻ നിൻ മാർവിടം എനിക്കെന്നും സ്വന്തമേ. കരമുയർത്തി കരങ്ങൾ വീശി ആരാധിക്കാം. ഒരിക്കൽ കൂടി ഈശോയുടെ പക്കലേക്ക് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ഈ രാത്രിയിൽ നീ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും ഒന്ന് ചേർത്ത് വയ്ക്കുക. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ദിവ്യകാരുണ്യനാഥന്റെ പക്കലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കുക. കുടുംബത്തെ ഒന്ന് സമർപ്പിക്കുക. ജീവിത പങ്കാളിയെ സമർപ്പിക്കുക. കുഞ്ഞുങ്ങളെ ചേർത്ത് വയ്ക്കുക. ഇതാ ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. അവൻ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. അവൻ നമ്മുടെ ജോലി മേഖലകളെ ആശീർവദിക്കുന്നു. നമ്മുടെ പ്രതിസന്ധികളെ അവൻ എടുത്തു നീക്കുന്നു. ഇരുകരവും ഉയർത്തി ഒരിക്കൽ കൂടി യേശുവിനെ വിളിച്ചൊന്ന് ആരാധിക്കാമോ? അനുഗ്രഹത്തിന്റെ ഈ രാത്രിയിൽ ഏറെ സ്നേഹത്തോടെ ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകളെയും നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. ലോകത്തിൻ്റെ അതിരുകളോളം സുവിശേഷം കൊടുക്കുവാൻ ദൈവം നട്ട് ദൈവം നനച്ചു വളർത്തിയ ശാലോം മിനിസ്ട്രിയെ ഈ രാത്രിയിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനകളോടും കൂടി ചേർത്ത് നമുക്ക് വയ്ക്കാം. പ്രസിദ്ധീകരണ ശുശ്രൂഷകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഓരോ നിയോഗങ്ങൾ വെച്ച് തലച്ചുമടായി കൊണ്ടു നടക്കുന്ന ഏജന്റുമാരെ ഈ രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രായം ഒത്തിരിയേറെ തളർത്തിയിട്ടും മരിക്കുവോളം ഇതുമായി ഞാൻ പോകുമെന്ന് പറയുന്ന നിരവധിയായ ഏജന്റുമാർ ഈ കേരളത്തിനകത്തും പുറത്തുമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ രാത്രിയിൽ ദിവ്യകാരുണ്യനാഥന്റെ പക്കലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ SPF അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ പ്രാർത്ഥനയും പങ്കുവെക്കലുമാണല്ലോ ദൈവമേ ഈ മിനിസ്ട്രി എത്രത്തോളം അവിടുന്ന് വളർത്തുവാനിടയാക്കിയത്. എല്ലാ SPF അംഗങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ നിരവധിയായ നിയോഗങ്ങൾക്ക് വേണ്ടി രാത്രിയിൽ ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്ന പിതാവേ, നീ ആ മക്കളെ ഒന്ന് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മിനിസ്ട്രികളെയും ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. സോഫിയ ബുക്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹെൽത്ത് കെയർ മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ. എല്ലാ സോഷ്യൽ മീഡിയകളിലൂടെയുള്ള സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം റേഡിയോയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. അനുഗ്രഹമാക്കണേ, അനുഗ്രഹമാക്കണേ,
അനുഗ്രഹമാക്കണേ, അനുഗ്രഹമാക്കണേ, അനുഗ്രഹമാക്കണേ, അനുഗ്രഹമാക്കണേ. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണല്ലോ നമ്മൾ. വിളിച്ചാൽ വിളി കേൾക്കാവുന്ന ദൂരത്തിൽ, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ അവിടുന്ന് നമ്മുടെ അടുത്തുണ്ട്. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് സാഹചര്യങ്ങളിലാണ് മനുഷ്യൻ പൊതുവെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ഒന്ന് സമൃദ്ധിയിൽ അഥവാ പ്രശ്നങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ. ഞാൻ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്തൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാനും അതിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഞങ്ങളൊരു 4-5 പേര് ഒരു പ്രത്യേക സെല്ല് ഉണ്ടാക്കി പ്രത്യേക പ്രാർത്ഥനാ നിയോഗം ആവശ്യമുള്ളവരുടെ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. പലരും വിളിക്കും, ഞങ്ങളങ്ങനെ പോകും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അപകടമുണ്ടായി. നല്ല പരിക്ക് പറ്റിയ ഒരാൾ ചികിത്സയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടും അദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്നില്ല, കിടക്കുക. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 3-4 തവണ പോയി പ്രാർത്ഥിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം വരാൻ തുടങ്ങി. പക്ഷെ 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തെ കാണാനില്ല. ഇപ്പോൾ ഒരിക്കൽ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പോൾ ഗ്രൂപ്പിൽ വരാത്തത്? അദ്ദേഹം പറഞ്ഞു, അതെ, എനിക്കിപ്പോൾ പ്രത്യേക പ്രശ്നമൊന്നുമില്ല, അവിടെ വരാത്തത്. ഇപ്പം ചില ആളുകൾ അങ്ങനെയാണ്, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ദൈവത്തിലേക്ക് അടുക്കും. എന്നാൽ പ്രശ്നം ഉണ്ടായി ദൈവത്തിലേക്ക് അടുക്കുന്നേക്കാൾ നല്ലത് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത്. വേറെ ചില ആളുകൾ പ്രശ്നങ്ങൾ കൂടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. മോശയെ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഇതാണ്, ഈജിപ്തിൽ നിന്ന് ആ ജനത്തെ പുറത്തു കൊണ്ടുവന്നാൽ അവരെന്നെ ആരാധിക്കും. ഈജിപ്ത് അടിമത്തത്തിൻ്റെ, സഹനത്തിൻ്റെ, പ്രശ്നങ്ങളുടെ സ്ഥലമാണ്. അപ്പോൾ ആ അടിമത്തത്തിലും പ്രശ്നങ്ങളും കിടക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നില്ല. എന്നാൽ അതിൻ്റെ പുറത്ത് വരുമ്പോൾ അവർ പ്രാർത്ഥിക്കും. 137 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് സെഹിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. അവിടെ വെച്ച് സെഹിയോനെപ്പറ്റി പാട്ടുപാടണമെന്ന് ഞങ്ങളെ അടിമപ്പെടുത്തിയവർ നിർബന്ധിച്ചു. അന്യദേശത്ത് അടിമത്തത്തിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ കീർത്തനങ്ങൾ പാടും? അവിടെയും അടിമത്തം, സഹനം, പ്രശ്നങ്ങളുടെ ആധിക്യം ദൈവാരാധനയ്ക്ക് തടസ്സമായി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കോവിഡും കൂടി വന്നതിന് ശേഷം നമ്മുടെ ഒരുപാട് ആളുകൾ ഒരുപാട് തരത്തിലുള്ള അടിമത്തത്തിലേക്ക് പോയി. ഒരുപക്ഷെ നമ്മൾ ആളുകളിൽ നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു അടിമത്തം സാമ്പത്തിക മേഖലയിലെ അടിമത്തമാണ്. ജോലിയില്ല, വരുമാനമില്ല, ജീവിക്കാൻ വകുപ്പില്ല, കടബാധ്യതകൾ, ജപ്തി നോട്ടീസ്, കൊള്ളപ്പലിശക്കാരുടെ ശല്യങ്ങൾ, മക്കളെ പഠിപ്പിക്കാൻ, കല്യാണം കഴിച്ചയക്കാൻ നിവൃത്തിയില്ല. അപ്പം വലിയ സാമ്പത്തിക അടിമത്തം കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരും പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുമൊക്കെയുണ്ട്.
അതുപോലെ മറ്റ് പല കാരണങ്ങളാൽ, പലതരത്തിലുള്ള അടിമത്തങ്ങളാൽ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റാതെ ദൈവസ്നേഹത്തിൽ നിന്നൊക്കെ അകന്നു പോയവരുണ്ട്. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും ഇതിലേതെങ്കിലും ഒരു അടിമത്തത്തിൽ ഉൾപ്പെട്ടവരും ആയിരിക്കാം. ഇവിടെ നോക്കിയ സമയത്ത് വിവിധ തലത്തിലുള്ള അടിമത്തത്തിൽ കഴിയുന്നവരെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിലൂടെ ഈ രാത്രിയിൽ അങ്ങനെയുള്ള എല്ലാവർക്കും വിടുതൽ കിട്ടുന്നതിന് വേണ്ടി, മോചനം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വിവിധങ്ങളായ അടിമത്തത്തിൽ കഴിയുന്നവരുടെ ഉദാഹരണങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്. അത് പറയുമ്പോൾ ഒരുപക്ഷെ അതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ നിങ്ങളും ഉൾപ്പെടാം. ഇല്ലെങ്കിൽ ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന കുറേ മനുഷ്യർ എവിടെയെങ്കിലുമൊക്കെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ സാധിക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. വിവിധങ്ങളായ അടിമത്തത്തിൽ ഒന്നെങ്കിൽ നമ്മളുണ്ട്, അല്ലെങ്കിൽ ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നമുക്കിപ്പോൾ സമർപ്പിച്ച് കർത്താവായ യേശുവിലൂടെ വിടുതൽ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സാമ്പത്തിക മേഖലയിൽ പ്രയാസം അനുഭവിക്കുന്നവരെ സമർപ്പിച്ചാണ്. കടബാധ്യതയുള്ളവർ, ജീവിത ചിലവുകൾ നടത്താൻ പറ്റാത്തവർ, ജപ്തി നോട്ടീസുള്ളവർ, കൊള്ളപ്പലിശയ്ക്ക് പണം വാങ്ങി കൊടുക്കാൻ പറ്റാത്തവർ, മക്കളുടെ പഠനം വിവാഹമൊന്നും നടക്കാൻ പറ്റാത്തവർ, ഇങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ നമ്മൾ തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. പല സാമ്പത്തികമായി ബന്ധപ്പെട്ട മറ്റൊരു മേഖലയാണ് ജോലിയില്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജീവിക്കാൻ വേണ്ട വരുമാനമുള്ള ജോലിയില്ലാത്തവരുണ്ട്. അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. നമ്മളൊരു കാര്യം കൂടി ഓർക്കണം. ലോകത്തിൽ സമാധാനവും സാമ്പത്തിക പുരോഗതിയും ഉണ്ടെങ്കിലേ തൊഴിലവസരങ്ങളും ജോലിയും ഉണ്ടാവും. നാട് പുരോഗമിക്കുന്നില്ലെങ്കിൽ, രാജ്യം അധപ്പതിച്ചാൽ, ലോകത്തിൽ സമാധാനമില്ലെങ്കിൽ തൊഴിലവസരവും ഉണ്ടാവില്ല. നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ തൊഴിൽ കിട്ടണമെങ്കിൽ ലോകത്ത്, രാജ്യത്ത് സമാധാനം വേണം, സാമ്പത്തിക പുരോഗതി വേണം. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളെ, നമ്മുടെ രാജ്യത്തെ കൂടി നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ അവിടെ സമാധാനവും പുരോഗതിയുമുണ്ടെങ്കിലേ നമുക്കും മക്കൾക്കുമൊക്കെ ജോലി കിട്ടത്തുള്ളൂ. ലോകരാഷ്ട്രങ്ങളെ നമുക്ക് സമർപ്പിക്കാം. അതുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി, തൊഴിൽ മേഖലയിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. അവിടുന്ന് പറഞ്ഞല്ലോ, 2-3 പേര് എൻ്റെ നാമത്തിൽ യോജിച്ച് ചോദിക്കുന്നതെല്ലാം ഞാൻ ചെയ്തു തരും. കർത്താവെ, അനേകം മക്കളിപ്പോൾ ഏക മനസ്സോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ യോജിച്ച് പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തിക മേഖലകളിൽ കർത്താവെ ഇവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയുള്ളവരുടെ മേൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടക്കണിയിലായിരിക്കുന്നവരുടെ മേൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാത്തവരുടെ മേൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തിക മേഖലയിലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകണമേ, എല്ലാ കെട്ടുകളും പൊട്ടിക്കണമേ. സാമ്പത്തിക മേഖലയിൽ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് സമാധാനം നൽകണമേ, സാമ്പത്തിക പുരോഗതി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തിക മേഖലകളെ
അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ മേഖലയിലുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, അനേക കുടുംബങ്ങളിലേക്ക് സമൃദ്ധി വളർന്നു വരട്ടെ. സാമ്പത്തിക പുരോഗതിയുടെ തടസ്സങ്ങൾ അനേക കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ നന്ദി. ഈ രാത്രിയിൽ ഒരുപാട് മനുഷ്യർ പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വിവിധ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, വിവിധ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, വിദേശ ജോലിക്ക് വേണ്ടി ആവശ്യമായ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പലതവണ അത്തരം പരീക്ഷകൾ എഴുതിയിട്ട് ജയിക്കാൻ പറ്റാതിരിക്കുന്നവർ, അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം പഠിക്കാൻ ആവശ്യമായ ദൈവികമായ ജ്ഞാനം പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ അങ്ങ് തന്നെ അവരെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ അങ്ങ് തന്നെ അവരുടെ ഗ്രഹണശക്തിയും ഓർമ്മശക്തിയും ജ്ഞാനവും വിവേകവുമെല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ വിവിധങ്ങളായ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അഥവാ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആ മേഖലയിൽ എല്ലാ വിദ്യാർത്ഥികളെയും ഈ രാത്രിയിൽ കർത്താവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യമുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അവരെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ബന്ധനങ്ങൾ അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ അവരെ പഠിപ്പിക്കണമേ, അവർക്ക് ജ്ഞാനം നൽകണമേ, ഗ്രഹണശക്തിയും ഓർമ്മശക്തിയും വിവേകമെല്ലാം നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, കർത്താവേ നന്ദി. പ്രിയപ്പെട്ടവരെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് കുടുംബങ്ങളിൽ സമാധാനമില്ല എന്ന് നമുക്കറിയാം. കലഹിക്കുന്ന കുടുംബങ്ങളുണ്ട്, കലഹിക്കുന്ന ദമ്പതികളുണ്ട്, മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതയുള്ള കുടുംബങ്ങളുണ്ട്, മക്കളുടെ വിവാഹം നടക്കാത്തതുപോലെ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്, മക്കളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്, വീട് ഇല്ലാത്ത കുടുംബങ്ങളുണ്ട്, വർഷങ്ങളായിട്ട് വീട് പണി ആരംഭിച്ചിട്ടും അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇങ്ങനെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. കർത്താവ് ഈ രാത്രിയിൽ എല്ലാ കുടുംബങ്ങളിലേക്കും അങ്ങ് കടന്നു ചെല്ലണമേ, എല്ലാ കുടുംബങ്ങളിലേക്കും അങ്ങയുടെ ശക്തി അയക്കണമേ, എല്ലാ കുടുംബങ്ങളിലേക്കും അങ്ങയുടെ സൗഖ്യം അയക്കണമേ, വിടുതൽ അയക്കണമേ. അവിടെയുള്ള എല്ലാ പൈശാചിക ആധിപത്യങ്ങളെയും ഈ രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. കലഹത്തിന്റെ ദുരാത്മാക്കളെ ഞങ്ങൾ ബന്ധിക്കുന്നു, വെറുപ്പിന്റെ ദുരാത്മാക്കളെ ഞങ്ങൾ ബന്ധിക്കുന്നു. കർത്താവെ പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ നിന്ന് അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ, പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ, ക്ഷുദ്രജീവികളുടെ കൃമികീടങ്ങളുടെ ഉപദ്രവങ്ങൾ മാറിപ്പോകട്ടെ, കൃഷിയുടെ മേലുള്ള വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ ഓരോ കുടുംബത്തെയും അവരുടെ വരുമാന മാർഗങ്ങളെയും കുടുംബാംഗങ്ങളെയും അവിടെ നിന്ന് ഇപ്പോൾ കരമുയർത്തി ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ രാത്രിയിൽ കുടുംബങ്ങളിലേക്ക് കൃപ കടന്നു ചെല്ലട്ടെ, രക്ഷ കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ചവരെ പ്രാർത്ഥിക്കാം. ഇവിടെ ഈ പെട്ടിയിൽ പ്രാർത്ഥനാ നിയോഗം എഴുതിയിട്ടവരുണ്ട്. വാട്സപ്പ് വഴി ഫോൺ വഴിയൊക്കെ ശലോമിലേക്ക് പ്രാർത്ഥന ചോദിച്ച ധാരാളം പേരുണ്ട്. അവരുടെ വീട്ടിൽ ടെലിവിഷൻ സെറ്റിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ നമ്മുടെ പ്രാർത്ഥന ചോദിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ദൈവവിളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ നിയോഗങ്ങളും നമുക്കിപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ പല വ്യക്തികളുടെ മേലും കുടുംബത്തിൻ്റെ മേലും പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, പൈശാചിക ബന്ധനത്തിൻ്റെ കെട്ടുകളുണ്ടാകാം. ഈശോയുടെ നാമത്തിൽ ഈ രാത്രി അതെല്ലാം അഴിഞ്ഞു പോകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ എല്ലാവർക്കും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളുണ്ട്. ആരോടും പറയാത്ത, എന്നാൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ നിയോഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി നമുക്ക് അല്പസമയം കൂടുതലെടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ നാസറായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കാനായി അവിടുത്തെ വലതുകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ, രോഗങ്ങളെ സുഖപ്പെടുത്തണമേ, മുറിവുകളെ വെച്ച് കെട്ടണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചവരുടെ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കണമേ. ഈ രാത്രിയിൽ അനേക വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. അനേകരുടെ പ്രാർത്ഥനകൾക്ക് ഈ രാത്രിയിൽ മറുപടി കിട്ടട്ടെ. അനേകരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അനേകരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശാപത്തിന്റെ പാപത്തിന്റെ കെട്ടുകൾ അവിടുന്ന് അഴിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് എല്ലാ പാപത്തിന്റെയും ശാപത്തിന്റെയും പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളെ ഞാൻ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ, ദൈവകൃപയാൽ നിറയട്ടെ. കർത്താവേ സ്തോത്രം. വൈദികരുടെ സമർപ്പിതം അനുഗ്രഹിക്കട്ടെ, ദൈവവിളികളുണ്ടാകട്ടെ. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല 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 കർത്താവേ, ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ മാത്രം നിന്റെ ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടിട്ടില്ലോ. ഞങ്ങളെ സഹായിക്കാൻ മാത്രം നിന്റെ കരങ്ങൾ ചെറുതായി പോയിട്ടില്ലല്ലോ. കർത്താവേ, നിനക്ക് കേൾവി ശക്തി ഉണ്ടെന്ന്, നിന്റെ കരങ്ങൾക്ക് ശക്തി ഉറഞ്ഞിട്ടില്ലെന്ന് കർത്താവ് രാത്രിയിൽ അനുഭവത്തിലൂടെ, അത് കർത്താവ് അനുഭവത്തിലൂടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ, സൗഖ്യങ്ങളും മാനസാന്തരവും സംഭവിക്കട്ടെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം വരട്ടെ. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. യേശുവേ, യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ, 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 നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ, യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. കർത്താവേ സ്തോത്രം. കർത്താവേ, ഈ നൈറ്റ് വിജിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചവർക്കും ശലോമനുമെല്ലാം അവിടുന്ന് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. അനേകരെ അനുഗ്രഹിച്ചുയർത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനേകരുടെ കണ്ണുനീര് തുടച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കണ്ണുനീരിൻ്റെ കാരണങ്ങളെ മാറ്റിക്കളഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനേക ബന്ധനങ്ങളിൽ നിന്ന് അനേകരെ മോചിപ്പിച്ചതോർത്ത് നന്ദി പറയുന്നു. അനേകരുടെ ജീവിതങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയ്ക്കായി ഇവിടെ വന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. അവരുടെ മടക്കയാത്രയിൽ അവരെ അവിടുന്ന് സുരക്ഷിതമായി
ഭവനങ്ങളിൽ എത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ശാലോമിനെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ കരം എൻ്റെ തലയിൽ വെക്കണമേ, എന്നെ ഒന്നുകൂടി അനുഗ്രഹിക്കണമേ, എന്നെ ഒന്നുകൂടി തൊടണമേ, എൻ്റെ കുടുംബത്തിന് മേൽ ആ കരമൊന്ന് നീട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, യേശുവിനെ വിളിച്ചാരാധിക്കുന്നു. ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ഈശോയേ, ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനെ, പ്രത്യാശകാരനെ, നിന്റെ വരവൊന്നിരിക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനെ, പ്രത്യാശകാരണനെ, നിന്റെ വരവ് നിരക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്.